ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു ട്രെയിലർ റിവ്യൂയിലേക്ക് നമ്മളൊന്ന് ഏത് ചിത്രത്തിൻ്റെ ട്രെയിലറാണ് പറയാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിലർ റിലീസ് ചെയ്യുന്നു ടർക്കിഷ് തറക്കം എന്ന ചിത്രത്തിൻ്റെ പേര് പോലും ഗംഭീരമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ അയ്യപ്പൻ കോശിയിലെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഈഗോ ക്ലാഷ് പരിപാടി കാര്യങ്ങളൊക്കെ തോന്നുന്നു. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ എല്ലാത്തിനും മാറ്റി മരിച്ച് ശക്തമായിട്ടുള്ള ഒരു മതം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലുകൾ നാടിൻ്റെ ഒരു കഥ തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത് യാതൊരു സംശയമില്ല. പ്രധാനമായിട്ട് പല വ്യക്തിക്ക് വ്യക്തിഗതമായിട്ടുള്ള ആംഗിൾ കാണിക്കുന്നുണ്ട്. ട്രെയിലേക്ക് കാണിച്ചിട്ടുള്ള കുറച്ച് വ്യക്തികൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അരിശ്രീ അശോകൻ, അതുപോലെ തന്നെ സണ്ണി വെയിൻ, ലുക്മാൻ ഔറാൻ, അതുപോലെ തന്നെ ആമിന നജീബ് തുടങ്ങിയവരൊക്കെ പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത്. ശക്തമായിട്ടൊരു പള്ളിയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇടവന്നു ബന്ധപ്പെട്ട് പോകുന്നു കാണിക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് തന്നെ ലുക്മാൻ പെണ്ണ് കാണാൻ പോകുന്ന ഭാഗമായിട്ട് ട്രെയിലർ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ ആമിന നജീബ് എന്ന് പറയുന്ന ആ വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയാണ് ഇതിൽ പ്രധാനമായിട്ടും ഹീറോയിൻ കഥാപാത്രം ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൂടുതൽ ഇപ്പോൾ നമ്മുടെ ടർബോയിൽ നമ്മുടെ കഥാനായികയുടെ അഞ്ജന എന്ന അതിർപ്പിക്കുന്ന കഥാനായികയുടെ അനിയത്തിയായി വന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ് നമ്മുടെ ആമിന നജീബ് എന്ന് പറയുന്ന ആ കഥാപാത്രം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിലർ അവരെ കാണിച്ചത് പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. തന്നേക്കാൾ കൂടുതൽ പഠിച്ച ഒരു വ്യക്തിയാണ് വേണമെന്ന് പറയുന്നുണ്ട്. ലുക്മാൻ വെറും സാധാരണക്കാരായി വരുന്ന വ്യക്തമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആ കാരണം വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത സീനിൽ തന്നെ ഒരു പറയൊഴുക്കായ ഒരു പിക്കപ്പ് വാൻ ഓടിക്കുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. കോസ്റ്റ്യൂമൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു പാവട്ട സിമ്പിളായിട്ട് വേഷം തന്നെയാണ്. തൊട്ടടുത്ത സീനിൽ ഒരു പള്ളിയുമായി കാണിക്കുന്നു. അതിനുപരി കൊന്തൊക്കെയോ കുറേ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. സണ്ണിമയും പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ എൻ്റെ സർവീസിലെ ഒരു അവസാന ദിവസമായിരിക്കും പറയുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു ഇൻവോൾവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവം വിഷയം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സണ്ണി വെയിൻ ഇതിലൊരു പോലീസ് കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള ഒരു നാട്ടിലെ ഒരു തർക്കമായി ബന്ധപ്പെട്ടാണ്. എനിക്കൊന്നും ഈ മയ്യത്തും അല്ലെങ്കിൽ എന്തൊരു ശവം കൊണ്ടുപോകുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഭാഗമായിരിക്കാം അല്ലെങ്കിൽ പള്ളി പൊളിക്കുന്നു, അല്ലെങ്കിൽ പള്ളി അവിടെ പുതിയതായി പണിയാന്ന് എടുക്കുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെയാണ് കൃത്യമായി പോകുന്നത്. പ്രധാനമായിട്ടും മറ്റ് മതത്തിൽപ്പെട്ട വ്യക്തികളൊന്നും ട്രെയിലിൽ കാണിക്കുന്നില്ല. രണ്ട് മുസ്ലിം മതത്തിൽപ്പെട്ട കഴിഞ്ഞ കുറച്ച് വ്യക്തികൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി അല്ലെങ്കിൽ എന്താ പറയുക കൊലപാതകം ചെയ്യപ്പെടുന്ന ആരും മരണപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ആ മരണപ്പെട്ട വ്യക്തിയെ അവിടെ അടക്കം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത് പിന്നീട് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവുക. കാരണം കുറേ പേരൊക്കെ മയ്യത്ത് കൊണ്ടുപോകുന്നതായി കാണിക്കുന്നു, അതായത് ശവം കൊണ്ടുപോകുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുന്ന ഭാഗം കാണിക്കുന്നു. ഇമോഷണലായിട്ട് കുറേ പേര് എന്തൊക്കെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഏതൊരു വ്യക്തിയുടെ പേര് തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു അരിശ്രാശേരി എടുത്ത് എറിയുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കുറേ പേര് നാട്ടുകാർ പരസ്പരം അവനാൻ്റെ ഇതിൽപ്പെട്ട കുറേ വ്യക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതുമായി കാണിക്കുന്നു. അപ്പോൾ ഒരു പള്ളിയും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ടർക്കിഷ് തർക്കത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഡീറ്റെയിലായിട്ട് നമുക്ക് എന്തായാലും അതിൻ്റെ ട്രെയിലറും ചിത്രം നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ മാസം തന്നെയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നവംബർ 22 ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും അത്യാവശ്യം ഇമോഷണലായിട്ടും നല്ല ത്രില്ലിംഗ് ആയിട്ടും അല്ലെങ്കിൽ എന്തൊരു നല്ലൊരു സ്റ്റോറി തന്നെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും അതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇത് സ്പോയിലായി പോകും. ട്രെയിലർ എനിക്ക് മറിച്ച് അത് നിങ്ങളുടെ ആസ്വാദനത്തെ തന്നെ ചിലപ്പോൾ ബാധിച്ചേക്കാം. എന്തായാലും ഇത്തരം ട്രെയിലർ തന്നെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെന്തായാലും കാണാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും, റിവ്യൂ എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ടർക്കിഷ് തർക്കത്തിൻ്റെ ട്രെയിലർ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ലഭ്യമാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു ഇത്തരം ട്രെയിലറും റിവ്യൂസും പോസ്റ്റേഴ്സും നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അതായിരിക്കും ബൈ.